ഹലോ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ റെസിപ്രോക്കൽ പ്രൊനൗൺസ് എന്താണെന്ന് പഠിച്ചാലോ. രണ്ട് പ്രൊനൗൺസ് ആണ് റെസിപ്രോക്കൽ പ്രൊനൗൺസ് എന്നറിയപ്പെടുന്നത്. ഈച്ച് അതറും വൺ അനദറും. പരസ്പരം എന്നാണ് ഈ രണ്ട് വേർഡിൻ്റെയും മീനിങ്. എന്നാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈച്ച് അതർ യൂസ് ചെയ്യുന്നത്. രണ്ടിൽ കൂടുതൽ വ്യക്തികൾ വരുമ്പോഴാണ് നമ്മൾ വൺ അനദർ യൂസ് ചെയ്യുന്നത്. ഈച്ച് അതർ എപ്പോഴും യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരേ പ്രവൃത്തി രണ്ടുപേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോഴാണ് നമ്മൾ ഈച്ച് അതർ യൂസ് ചെയ്യുന്നത്. ഈ സെൻറ്റൻസ് ഒക്കെ രാഹുൽ ആൻഡ് അഖിൽ ആർ ടോക്കിംഗ് ടു ഈച്ച് അതർ. രാഹുലും അഖിലും പരസ്പരം സംസാരിക്കുന്നു. ഇവിടെ രാഹുലാണ് അഖിലിനോട് സംസാരിക്കുന്നത്, അഖിലാണ് രാഹുലിനോട് സംസാരിക്കുന്നത്. ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈച്ച് അതർ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് എന്താ? രണ്ട് വ്യക്തികളാണ്, പ്ലൂറലാണ് ഇവിടെ സബ്ജക്റ്റ്. ഈ രണ്ട് സബ്ജക്റ്റും പ്ലൂറലാണ്. അതേപോലെ നമ്മുടെ വെർബും എങ്ങനെയാണെന്ന് നോക്കി, പ്ലൂറലാണ്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റും വെർബും പ്ലൂറലായിരിക്കണം. അതും രണ്ട് വ്യക്തികളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈച്ച് അതർ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസ് ഒക്കെ ദേ ഗേവ് ഈച്ച് അതർ ദ ബോൾ. അവർ പരസ്പരം ബോൾ കൊടുത്തു എന്നാണ് പറയുന്നത്. ഇവിടെ ദേ ആണ് നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറലാണ്. ദേ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ രണ്ടോ രണ്ടിലധികം വ്യക്തികളോ വരുന്ന ഒരു കൂട്ടത്തിനാണ് നമ്മൾ ദേ എന്ന് പറയുന്നത്. ഇവിടെ ഈച്ച് അതർ യൂസ് ചെയ്യണമെങ്കിൽ ഈ ദേയിൽ രണ്ട് വ്യക്തികൾ മാത്രം പാടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ദേയും ഈച്ച് അതറും വന്നിരിക്കുന്നത്. അവർ പരസ്പരം ബോൾ കൈമാറി. ഈ അവരെത്ര പേരാണ്? രണ്ട് പേരാണുള്ളത്. മൂന്നാമത്തെ സെൻറ്റൻസ് ഓക്കെ മൈ മദർ ആൻഡ് ഐ യൂസ് ഈച്ച് അതേഴ്സ് ഫോൺസ്. ഞാനും എൻ്റെ അമ്മയും പരസ്പരം ഫോൺ യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ എൻ്റെ അമ്മ എൻ്റെ ഫോൺ യൂസ് ചെയ്യാറുണ്ട്, ഞാൻ അമ്മയുടെ ഫോൺ യൂസ് ചെയ്യാറുണ്ട്. ഈ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ വസ്തുക്കൾ യൂസ് ചെയ്യാറുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചതേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മൈ മദറും ഐ ആണ് സബ്ജക്റ്റ് രണ്ട് പ്ലൂറലാണ്. നമ്മുടെ വെർബും അതുകൊണ്ട് പ്ലൂറലാണ്. രണ്ട് വ്യക്തികളുടെ വസ്തുക്കൾ പരസ്പരം കൈമാറാറുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ചതേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്നത് അത് വേണം ഈ ചതേഴ്സ് കഴിഞ്ഞിട്ട് വരാനായിട്ട്. ഇവിടെ ഫോൺസ് ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഫോൺസ് വന്നിരിക്കുന്നത്. നമുക്കിനി വൺ അനദർ എപ്പോഴും യൂസ് ചെയ്യുന്നത് നോക്കാം. ഒരേ പ്രവൃത്തി മൂന്നോ മൂന്നിലധികം പേർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോഴാണ് നമ്മൾ വൺ അനദർ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസ് ഒക്കെ സ്റ്റാഫ്സ് ഓൾവേസ് ഹെൽപ്പ് വൺ അനദർ. സ്റ്റാഫുകൾ എല്ലായ്പ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ സ്റ്റാഫ്സ് ആണ് നമ്മുടെ പ്ലൂറൽ സബ്ജക്റ്റ്, ഹെൽപ്പാണ് നമ്മുടെ പ്ലൂറൽ വെർബ്. ഇവിടെ വൺ അനദർ വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഈ പ്ലൂറലായിട്ടുള്ള സ്റ്റാഫ്സ് എന്ന് പറയുന്നത് മൂന്നോ മൂന്നിൽ കൂടുതൽ ആൾക്കാരുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ വൺ അനദർ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസ് ഒക്കെ വി റൈറ്റ് ലെറ്റേഴ്സ് വൺ അനദർ. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്ററുകൾ എഴുതാറുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ വി ആണ് നമ്മുടെ പ്ലൂറൽ സബ്ജക്റ്റ്, റൈറ്റ് ആണ് നമ്മുടെ പ്ലൂറൽ വെർബ്. ഇവിടെ വൺ അനദർ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സബ്ജക്റ്റ് എങ്ങനെയായിരിക്കും? സബ്ജക്റ്റിൽ മൂന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ വൺ അനദർ യൂസ് ചെയ്തിരിക്കുന്നത്. സെൻറ്റൻസ് ഓക്കെ ദേ സ്റ്റേ വൺ അനദേഴ്സ് ഹൗസസ്. അവർ പരസ്പരം വീടുകളിൽ താമസിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ദേ ആണ് നമ്മുടെ പ്ലൂറൽ സബ്ജക്റ്റ്, സ്റ്റേ ആണ് നമ്മുടെ പ്ലൂറൽ വെർബ്. ഇവിടെ വൺ അനദർ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ദേ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സബ്ജക്റ്റ് മൂന്നിൽ കൂടുതൽ ആൾക്കാരുള്ളതാണെന്ന്. ഈ മൂന്നിൽ കൂടുതൽ ആൾക്കാർ ഓരോരുത്തരുടെ വീട്ടിൽ പരസ്പരം താമസിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ 4 വ്യക്തികളാണുള്ളതെങ്കിൽ ഒന്നാമത്തെ ആളുടെ വീട്ടിൽ ഈ 4 വ്യക്തികളും താമസിക്കും, രണ്ടാമത്തെ ആളുടെ വീട്ടിൽ ഈ 4 വ്യക്തികളും താമസിക്കും. അങ്ങനെ എല്ലാവരുടെ വീട്ടിൽ എല്ലാവരും താമസിക്കാറുണ്ടെന്നാണ് പറയുന്നത്. നമുക്കിനി ഈ രണ്ട് സെൻറ്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദേ ആർ ടോക്കിംഗ് ടു ഈച്ച് അതർ. അവർ പരസ്പരം സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസ് ഒക്കെ ദേ ആർ ടോക്കിംഗ് ടു വൺ അനദർ. അവർ പരസ്പരം തമ്മിൽ സംസാരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം മീനിങ് സെയിം ആണ്. എന്നാൽ ഫസ്റ്റ് സെൻറ്റൻസിൽ ദേ ആർ ടോക്കിംഗ് ടു ഈച്ച് അതർ. ഇവിടെ ദേ ആണ് നമ്മുടെ പ്ലൂറൽ സബ്ജക്റ്റ്, ആറാണ് പ്ലൂറൽ വെർബ്. ഈച്ച് അതർ യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ദേ വരുന്നത് ഓൺലി രണ്ട് സബ്ജക്റ്റ് വന്നാൽ മാത്രമാണ് നമ്മളിവിടെ ഈച്ച് അതർ യൂസ് ചെയ്യേണ്ടത്. എന്നാൽ ഈ രണ്ടാമത്തെ സെൻറ്റൻസ് ഒക്കെ ദേ ആർ ടോക്കിംഗ് ടു വൺ അനദർ. അവർ പരസ്പരം തമ്മിൽ സംസാരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇവിടെ
സെയിം ആയിട്ടുള്ള ഫസ്റ്റ് സെന്റൻസ് പോലെ തന്നെയുള്ള സെയിം പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതേപോലെ ഫസ്റ്റ് സെന്റൻസ് പോലെ തന്നെയുള്ള പ്ലൂറൽ ആയിട്ടുള്ള വെർബുമാണ്. എന്നാൽ നമ്മളിവിടെ വൺ അനദർ യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മൂന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വ്യക്തികൾ വരുമ്പോഴാണ് നമ്മൾ ദേ യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ പറയുന്ന സെന്റൻസിലെ ആളുകളുടെ എണ്ണം അനുസരിച്ച് വേണം നമ്മൾ ഈച്ച് അതറും വൺ അനദർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ രണ്ട് വ്യക്തികൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈച്ച് അതർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മൂന്നിൽ കൂടുതൽ വ്യക്തികൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വൺ അനദർ യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്.